കാപ്പി വിളവെടുപ്പിന്റെ തിരക്കിലാണ് കാസർഗോഡ് ജില്ലയിലെ തയ്യേനി അത്തിയടുക്കത്തെ തോമസ് തെരയെടുത്ത. തയ്യേനി അത്തിയടുക്കത്താണ് തോമസിന്റെ കാപ്പിത്തോട്ടം. കോട്ടയം ചെമ്പ് സ്വദേശിയായ തോമസിന് കുടകിലും കാപ്പി കൃഷിയുണ്ടായിരുന്നു. അത്തിയടുക്കത്തെ തന്റെ 25 ഏക്കർ സ്ഥലത്തും കാപ്പി കൃഷി ചെയ്തിരിക്കുകയാണ് തോമസ്. റോബസ്റ്റ, അറബിക്ക എന്നീ 2 ഇനം തൈകളാണ് കൃഷി ചെയ്തിരിക്കുന്നത്. 8 വർഷം പ്രായമുള്ള ചെടികളാണ് തോമസിന്റേത്. റബ്ബറിന് മെച്ചപ്പെട്ട ആദായം ലഭിക്കുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് തോമസ് ഇടവിളിയായി കാപ്പി പരീക്ഷിക്കാനിറങ്ങിയത്. 80 വർഷം വരെ വിളവ് ലഭിക്കുന്നതാണ് റോബസ്റ്റ ഇനത്തിൽപ്പെട്ട കാപ്പി ചെടികൾ. ഡിസംബർ മാസമാണ് കാപ്പിയുടെ വിളവെടുപ്പ് കാലം. വിളവെടുത്താൽ ഉടൻ തന്നെ ചെടിയുടെ ശിഖരങ്ങൾ വെട്ടിയൊതുക്കുന്ന കവാത്ത് തുടങ്ങും. കാലാവസ്ഥ അനുകൂലമായ സ്ഥലമാണെങ്കിൽ 1 ഏക്കറിൽ നിന്നും 2 ടൺ വരെ വിളവ് ലഭിക്കും. കിലോയ്ക്ക് 200 മുതൽ 235 രൂപ വരെയാണ് ഇപ്പോൾ കാപ്പിക്കുരുവിന് വിപണിയിൽ വില ലഭിക്കുന്നത്. കൃത്യമായി പരിചരണം കൊടുത്താൽ കാപ്പി കൃഷി ലാഭകരമാണെന്ന് തോമസ് പറയുന്നു. ഇപ്പോൾ ഒരു 5-8 കൊല്ലമൊക്കെ ആകുമ്പോഴത്തെ ഒരുമാതിരി ആയി വന്നെ. റബ്ബറിന് ഷെയ്ഡുള്ള കാരണം കാപ്പിക്ക് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നെ ജോലിക്കാരുടെ പ്രശ്നമാണ് മെയിനായിട്ട് വന്നത്. ഇവിടെ പിന്നെ പണിക്കാരുടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ഇഷ്ടംപോലെ പണിക്കാരുടെ കാരണം ഒരു 4 കൊല്ലം കൊണ്ടൊക്കെ ആകും. പക്ഷെ ഒരു 8 കൊല്ലമൊക്കെ ആയി കഴിഞ്ഞാൽ ഒരുമാതിരി ആയി വരുള്ളൂ. നന്നായിട്ടൊക്കെ കാപ്പി വലുതായൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് കാപ്പിക്ക് തന്നെ റോബസ്റ്റൊക്കെ ആകുമ്പോഴത്തെ ഒരു 10-80 കൊല്ലമൊക്കെ അങ്ങ് പൊയ്ക്കോളും. അറബിക്ക് ഒരു 10-15 കൊല്ലം വരെയൊക്കെ അറബി വെക്കും. പിന്നെ ഇതങ്ങ് വെച്ച് അങ്ങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ആയിക്കോളും. പിന്നെ 1 വർഷത്തിൽ 2 പ്രാവശ്യം വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ പ്രൂണിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ കാപ്പി അങ്ങ് കൊണ്ടുപോകാം. വലിയ കുഴപ്പമില്ല, പോകും. ഇപ്പൊ കാപ്പി കൃഷി ലാഭകരമാണ്. ഇപ്പൊ കാപ്പി കൃഷിക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല വിലയുണ്ട്. നന്നായിട്ടൊക്കെ കൊണ്ടുപോകാം, നേരത്തെ പോലെയല്ല. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.